അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്ന അനേകായിരം അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ് അവന്റെ ദീനുമായിട്ട് ഇടപെട്ട് ജീവിക്കാനും കഴിയുക എന്നുള്ളത്. ദീനുമായി എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ ഇൽമുമായി, ദീനിയായ വിജ്ഞാനങ്ങളുമായിട്ടൊക്കെ ഇടപഴകി ജീവിക്കാൻ കഴിയുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇൽമിനെ അഹ്ലുകാരിൽ പെടുത്തി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും ഒരു നിലക്ക് കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിയൻ ഔ മുഹിബ്ബൻ ഫലാ തകുൻ ഖാമിസ എന്ന് പറഞ്ഞേ, ഒന്നുക്കലോ ആലിമാവുക, അത് നമുക്ക് കഴിഞ്ഞില്ല, മഹാന്മാരായ ഉസ്താദന്മാർ, എന്നാലും അവരുടെ ഓരം പറ്റി ജീവിക്കുന്ന മുതഅല്ലിമീങ്ങളാവാൻ കഴിഞ്ഞാല് ഇൻഷാ അല്ലാഹ് അതും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ആ കൂട്ടത്തിൽപ്പെട്ട തന്നെയാണ്. നീ ഒരുപക്ഷെ ഒരു പണ്ഡിതനാവുക, അതിന് നമുക്ക് കഴിഞ്ഞില്ല, എന്നാൽ കൂടി ആ പണ്ഡിതന്മാരെ കേൾക്കുന്ന മുതഅല്ലിമീങ്ങളാവാൻ കഴിയുക, അവരെ സ്നേഹിക്കുന്നവരാവാൻ കഴിയുക, ഇതൊക്കെയും സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ്. ഇതൊന്നുമല്ലാതെ ഇൽമുമായി യാതൊരു ബന്ധവുമില്ലാത്ത നിലക്ക് ഉള്ള കേൾക്കാനും നമുക്ക് കഴിയുന്നില്ല, അവരെ സ്നേഹിക്കാനും നമുക്ക് കഴിയുന്നില്ല, ഒരു ഫുൾ ടൈം മുതഅല്ലിമാവാനും നമുക്ക് കഴിയുന്നില്ല, എന്നാൽ നമ്മുടെ സമയത്തിന്റെ ഏതെങ്കിലും ചില ഭാഗങ്ങൾ പഠിക്കാൻ വേണ്ടി നീക്കിവെക്കാനും കഴിയുന്നില്ല എന്നായിരുന്നു നമ്മുടെ അവസ്ഥ എങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ വല്ലാത്ത പരിതാപകരമായ അപകടകരമായ അവസ്ഥയിലായിരിക്കുമല്ലോ. അതിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി. അൽഹംദുലില്ലാഹ്, ഇങ്ങനത്തെ ഒരു സംവിധാനം അല്ലാഹു നമുക്ക് ഒരുക്കി തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരൊക്കെയാണോ ഈ സംവിധാനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അവർക്കൊക്കെയും അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് വളരെ വിഭവസമൃദ്ധമായ വിജ്ഞാന വിരുന്നുകൾ ഒരുക്കി നമ്മളെ ഊട്ടുന്ന, നമ്മെ സൽക്കരിക്കുന്ന നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം അൽഹംദുലില്ലാഹ് അല്ലാഹു ചെയ്തു തന്ന നിഅമത്താണ്. ഏതായാലും ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കല്ല. ഇസ്തിഖാമ ഉസ്താദ് അൽഹംദുലില്ലാഹ് വാഫിയൊക്കെ ആയിട്ട് പിന്നെ നമ്മളെ വളാഞ്ചേരി മർക്കസിൽ നിന്നും വളരെ നല്ല ആൾക്ക് പരീക്ഷയൊക്കെ എഴുതി പുറത്തു വന്നതാ. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനെ പോലെയുള്ള ചെറുപ്പക്കാരായ ചൊറുചൊറുക്കുള്ള പണ്ഡിതന്മാർ അവരാണ് ഇനി സമൂഹത്തിന്റെ ആകെയിലുള്ള പ്രതീക്ഷ. ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്കറിയാലോ, നമ്മുടെ സമൂഹം, നമ്മുടെ സമുദായം ഓരോ മഹല്ലിലും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ സങ്കീർണങ്ങളാണ്. ആ സങ്കീർണമായ പ്രശ്നങ്ങൾക്കൊക്കെ ഈ സമൂഹത്തെ അതിനിടക്ക് പിടിച്ചു നിർത്താൻ, നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരെ പോലെയുള്ള പണ്ഡിതന്മാരാണ് അന്നലക്കുള്ള എല്ലാം തികഞ്ഞ എല്ലാ രീതിയിലും ഈ പുതിയ വെല്ലുവിളികളെ നേരിടാൻ കെൽപ്പുള്ള പണ്ഡിതന്മാർ. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ആ സേവനം പരമാവധി ഉപയോഗപ്പെടുത്താൻ ഈ സമൂഹത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഷെയ്ഖ് ഉസ്താദ് കണ്ടില്ലേ? ആവട്ടെ ഇൻഷാ അല്ലാഹ്. ഒന്ന് രണ്ട് ഹദീസ് മാത്രം വായിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമുക്ക് സമയം നമ്മൾ വിചാരിച്ച സമയത്ത് ആയില്ല, എന്നാൽ തോന്നും സ്വാലിഹ് ഒറ്റപ്പാലം ഒക്കെ ഉണ്ട്. ഫൈസി ഉസ്താദിന്റെ മോനാ. ഏതായാലും ശരി, ഒന്ന് രണ്ട് ഹദീസ് മാത്രം വായിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് ഇനി ലൈവായിട്ട് തന്നെ കൊണ്ടാകും. വാഫിസ്താദ് ഉണ്ടെങ്കിൽ പിന്നെ സബ് ഉണ്ടെങ്കിൽ വിഷയമല്ല, അങ്ങനെ അങ്ങ് പോയിക്കോളും. നമുക്ക് അങ്ങനത്തെ ഒരാള് സജീവമായിട്ട് നമ്മളെ ക്ലാസ്സിൽ എപ്പോഴും ഉണ്ടാകണമെങ്കിൽ നന്നാ പിന്നെ ലൈവായിട്ട് തന്നെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയും ചെയ്യും. നോക്കൂ, വഅൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല ബാല അഅറാബിയ്യുൻ
ഫിൽ മസ്ജിദി فقام الناس إليه ليقعوا فيه فقال النبي صلى الله عليه وسلم دعوه وأريقوا على بوله سجلا من ماء أو ذنوبا من ماء فإنما بعثتم ميسرين ولم تبعثوا معسرين. ഈ ഹദീസ് നമ്മൾ ദുൽദുൽ അവിടെ എഴുതി കാണിച്ചത് പലപ്പോഴും നാം കേട്ടിട്ടുള്ളതാണ്. നമുക്കൊക്കെ വളരെ നല്ല നിലക്ക് തന്നെ അടുത്ത് അറിയാവുന്ന ഹദീസാണ്. പല നിലക്കും ഈ ഹദീസിനെ നമ്മൾ വിശദീകരിച്ചതുമാണ്. എന്നാൽ ഒന്നുകൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവന്നത് അതിന്റെ അവസാനത്തെ ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തിയ ചില കാര്യങ്ങൾ നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട് നാം സൽസ്വഭാവികൾ ആകേണ്ട രീതിയെക്കുറിച്ചായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ഹദീസ് ഞാനിവിടെ വായിച്ചത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം ഒരു സംഭവം, അദ്ദേഹം ദൃക്സാക്ഷിയായ ഒരു സംഭവം നമുക്ക് വിശദീകരിച്ചു തരിക. എന്താ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അവിടുത്തെ സദസ്സിൽ, അവിടുത്തെ സാന്നിധ്യത്തിൽ വെച്ച് അഅറാബിയായ ഒരാള് ബാല അഅറാബിയുൻ ഫിൽ മസ്ജിദി, പള്ളിയിൽ അദ്ദേഹം മൂത്രമൊഴിച്ചു. ഇതാരാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആരായിരുന്നു ഈ അഅറാബി? അദ്ദേഹം അങ്ങനെ ചെയ്യാനുണ്ടായ കാരണം എന്താണ്? തീരെ ബോധമില്ലാതെ ചെയ്തതാണോ? അതല്ല മറ്റു വല്ല ദുരുദ്ദേശവും അദ്ദേഹത്തിനുണ്ടായിരുന്നോ? ധിക്കാരപരമായിട്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലും എന്ന് തുടങ്ങി ഒരുപാട് ചർച്ചകൾ അതേക്കുറിച്ച് നടന്നിട്ടുണ്ട്. ഏതായാലും നമ്മൾ സാധാരണ പറയാറുള്ളത് ദുൽ ഖുവൈസിറത്തുൽ യമാനി എന്ന് പറയുന്ന ഒരു അറാബിയാണ് ഇത് ചെയ്തത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരിൽ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പേര് എന്താവട്ടെ, അത് നമുക്ക് ചർച്ചയാവേണ്ടതില്ല. വിഷയത്തിൽ ആ ഭാഗം നാം ചർച്ചയാക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അങ്ങനെ ഒരാള് വന്ന് പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങളുണ്ട് അവിടെ സ്ഥലത്ത്, എന്നിരിക്കെ അദ്ദേഹം പള്ളിയിൽ വെച്ച് മൂത്രമൊഴിച്ചു. മൂത്രമൊഴിക്കുമ്പോ സ്വാഭാവികമായിട്ട് ഒരു ശരാശരി ബുദ്ധിയുള്ള ആള് ചെയ്യുന്ന പണിയല്ല അത്, ശരാശരി ബോധമുള്ള ആള് ചെയ്യുന്ന പണിയല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നത് പോലെ സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ നിന്ന് അതിനെതിരെ പ്രതിഷേധമുണ്ടായി, അതിനെതിരെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി. ഫഖാമന്നാസു ഇലൈഹി ലിയഖഉ ഫീഹി, അദ്ദേഹത്തെ വല്ലതും ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങളെല്ലാം പാടെ ചാടി എഴുന്നേറ്റു. അങ്ങനെയാണല്ലോ ഉണ്ടാകുക. അദ്ദേഹം ആ ചെയ്യുന്ന പണിയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അദ്ദേഹത്തെ ഓട്ടിച്ചു കളയാം എന്ന് വിചാരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും അവിടുത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന സ്വഹാബ കിറാം എല്ലാം അദ്ദേഹത്തിന്റെ നേരെ എഴുന്നേറ്റു. മൂത്രമൊഴിച്ച ആ അറാബിയുടെ നേരെ എഴുന്നേറ്റു. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഒരാൾക്കാർ ബഹളം ഉണ്ടാക്കുന്നുണ്ട്, കുറെ ആൾക്കാർ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്, ചില ആൾക്കാർ അവന്റെ നേരെ കയർത്തുകൊണ്ട് അവന്റെ നേരെ ചെല്ലുന്നുണ്ട്. അങ്ങനെ ആകെ ഒരു ആ അന്തരീക്ഷം ആകെ വഷളായി, ആകെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയി. അപ്പോ സംഭവിക്കാവുന്നത് നമുക്കറിയാലോ. അതുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ വന്യരായ സ്വഹാബാക്കളോട് പറഞ്ഞു, ദഊഹു വഅരീഖു അലാ ബൗലിഹി സജലം മിൻ മായി, ഓനൊന്നും ചെയ്യണ്ട, വിട്. നമ്മൾ സാധാരണഗതിയിൽ പറയല്ലോ, അങ്ങനെ എന്നറിയല്ലോ, ആ ഭാഷയാണ് അവിടെ പ്രയോഗിച്ചത്. അവനൊഴിവാക്കുക. കാരണം അല്ലെങ്കിൽ വലിയ അപകടം, അതിനേക്കാളും വലിയ അപകടം അവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ അദ്ദേഹം മൂത്രമൊഴിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം, പള്ളിയുടെ ഏതെങ്കിലും ഒരു മൂലക്കൽ അങ്ങനെ ഒഴിച്ചിട്ടുണ്ടാകുക. ഏതായാലും അവിടെ മാത്രം ഒഴിക്കുന്നത്, അവന്റെ നേരെ നിങ്ങൾ കയർത്ത് അവൻ അവിടുന്ന് പിടിച്ചു വലിക്കാനൊക്കെ അല്ലെങ്കിൽ അവിടുന്ന് ആട്ടി ഓടിക്കാനൊക്കെ ശ്രമിച്ചാൽ പള്ളി മുഴുവനും മൂത്രാകാനാ പോകുന്നത്. അത് വേണ്ട എന്നുള്ള അർത്ഥത്തിലാക്കാം. അല്ലാതെ അവിടെ മൂത്രമൊഴിച്ചോട്ടെ എന്ന് അതിന് സമ്മതം കൊടുക്കല്ല.
അങ്ങനെ ആ നിലക്ക് അവനെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ പ്രതിവിധി ഏതായാലും സംഭവിച്ചു പോയല്ലോ. ഒരു കാര്യം സംഭവിക്കുമ്പോൾ ആ സംഭവിച്ച കാര്യത്തിന്മേൽ ഇങ്ങനെ ആ തെറ്റാണെങ്കിൽ ആ തെറ്റിന്മേൽ ഇങ്ങനെ ചടഞ്ഞുകൂടുക എന്നതിന് പകരം അവിടെ അതിന്റെ പ്രതിവിധിയെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അവിടെ അരീഖു അലാ ബൗലിഹി സജ്ലം മിൻ മാഇൻ, അദ്ദേഹം ആ മൂത്രമൊഴിച്ച സ്ഥലത്ത് ആ മൂത്രത്തിന്റെ ഐൻ, അതിന്റെ തടി, ആ മൂത്രം അവിടുന്ന് നീക്കിയതിനു ശേഷം, നീക്കം ചെയ്തതിനു ശേഷം, അല്ലെങ്കിൽ അത് അവിടെ തന്നെ കിടന്ന് വറ്റിപ്പോയതിനു ശേഷം അവിടെ നിങ്ങൾ അല്പം വെള്ളമൊഴിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു. എന്നിട്ട് തുടർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ആ ഉദനൂബിൻ രണ്ടാലൊന്നാണ് അത്. ആ റിപ്പോർട്ട് ചെയ്ത റാവിക്ക് ഉണ്ടായ ഷക്കുറാവി നമ്മൾ പറയല്ലോ, അതാണ് എന്നാണ് പറയപ്പെട്ടുള്ളത്. ഏതായാലും ശരി, അങ്ങനെ നിങ്ങൾ വെള്ളം ഒഴിക്കുക. ഫഇന്നമാ ബുഇസ്തും മുയസ്സിരീന, തീർച്ചയായിട്ടും നിങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എളുപ്പമാക്കാൻ വേണ്ട, ആളുകൾക്കൊക്കെ എളുപ്പമാവണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പെരുമാറ്റങ്ങൾ. ഇതൊക്കെ ജനങ്ങളിൽ സന്തോഷം ഉണ്ടാക്കുന്ന, ജനങ്ങൾക്ക് എളുപ്പമാക്കി തീർക്കുകയാണ് വേണ്ടത്. അല്ലാതെ വലം തുബ്അസു മുഅസ്സിരീന, ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്നവരായിട്ടല്ല അള്ളാഹു നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നാം ഒന്നുകൂടി ശ്രദ്ധിക്കണം. അതിന്റെ ഒരു മസ്അലപരമായ ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളത് നമ്മൾ അതിന്റെ അങ്ങനെ ഒരു സ്ഥലത്ത് വീടിലായാലും പള്ളിയിലായാലും എവിടെയായാലും ശരി മൂത്രമായിട്ടുണ്ടെങ്കിൽ ആ മൂത്രത്തിനെ അത് ശുദ്ധിയാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഹദീസിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. അതിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം, അങ്ങനെ മൂത്രം ആയിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധിയാക്കാനുള്ള മാർഗം, മൂത്രം എന്നല്ല നജസ് അതുപോലത്തുള്ള നജസ്സുകളായിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധിയാക്കാനുള്ള മാർഗം ആ നജസ് അവിടെ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം അത് ഒന്നുകിലോ അത് എടുത്തൊഴിവാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് അവിടുന്ന് ഒഴിവാക്കിയതിന് ശേഷം വീണ്ടും അവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം ശുദ്ധിയാകും. ഇതൊക്കെ നമ്മുടെ നൂർ ഫൈസി ഉസ്താദ് ഒരുപാട് ചർച്ച ചെയ്ത, ഞാനും കേട്ടിട്ടുണ്ട് ആ ചർച്ചകളൊക്കെ. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയല്ല, അതുകൊണ്ട് തന്നെ അപ്പോ അവിടെ അത് ശുദ്ധിയാകും എന്നാണ്. ഏതായാലും ശരി, അതിനുശേഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്യരായ സ്വഹാബാ കിറാമിനോട് പറയുന്ന ആ സംഭവം, ഫഇന്നമാ ബുഇസ്തും മുയസ്സിരീന വലം തുബ്അസു മുഅസ്സിരീന, തീർച്ചയായിട്ടും നമ്മൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, വന്യരായ സ്വഹാബാ കിറാമിനെ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിങ്ങളെ ഈ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഈ സമൂഹത്തിന് എളുപ്പമുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുക, ആ രീതിയിൽ അവരോട് പെരുമാറുക, അവർക്ക് പ്രയാസമുണ്ടാക്കുന്നതല്ല. ഒരാൾ മൂത്രയിക്കാൻ മുട്ടി, അദ്ദേഹമാണെങ്കിൽ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളാണ്, അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ പള്ളിയിൽ മൂത്രയിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഈ സംഭവത്തിന്റെ പിറകിൽ തന്നെ അദ്ദേഹം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് വരുമ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, പള്ളി എന്ന് പറഞ്ഞാല് അത് മൂത്രയിക്കാനുള്ളതൊന്നുമല്ല, മറിച്ച് പള്ളി നിസ്കരിക്കാനും ദിക്ർ ചെല്ലാനും ഒക്കെ ഉള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താ, അദ്ദേഹം മനഃപൂർവ്വമായിരിക്കില്ല അങ്ങനെ ചെയ്തത്. അദ്ദേഹത്തിന് മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പോൾ ചെയ്യാൻ പാടുണ്ടോ എന്ന് അദ്ദേഹം ഇസ്ലാമിലേക്ക് അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്നാണ്, കൂടുതൽ പഠിക്കാനുള്ള സമയവും സന്ദർഭവും ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ച സ്ഥിതിക്ക് ഇനി അതിന് നമ്മളായിട്ടുള്ള പരിഹാരം കാണുക എന്നല്ലാതെ അദ്ദേഹത്തിന് എതിരില് മറ്റെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾക്കാണ് ഇടയാകുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവത്തിലൂടെ, ഇനി ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അരുതായ്മകൾ വല്ലവനിൽ നിന്നുണ്ടാകുകയാണെന്ന് വെച്ചാൽ അതിനെ ആ സമയത്ത്
സാന്ദർഭികമായിട്ട് അവസരോചിതമായിട്ട് ഏത് പ്രകാരമാണ് നേരിടേണ്ടത് എന്നുകൂടി ഒരു മഹത്തായ സന്ദേശം ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്യരായ സ്വഹാബാ കിറാമിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യസ്സിറു വലാ തുഅസ്സിറു വബശ്ശിറു വലാ തുനഫിറു എന്ന് പറഞ്ഞ മുത്തഫഖുൻ അലൈഹി ഒരു ഹദീസ് തന്നെ നമുക്ക് ഇതിനോട് കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബാക്കളോട് വിശദീകരിച്ചു കൊടുത്തുകയാണ്, യസ്സിറു, എല്ലാ കാര്യത്തിലും നിങ്ങൾ എളുപ്പമാക്കുക, എല്ലാ കാര്യവും അങ്ങനെ ആവണം. ഇവിടെ അങ്ങനെ പറയുമ്പോ തന്നെ പ്രയാസം ഉള്ള ഒരു കാര്യം നിങ്ങൾ കൽപ്പിക്കുകയോ ആ രീതിയിൽ പ്രയാസകരമായ രീതിയിൽ നിങ്ങൾ പെരുമാറുകയോ ചെയ്യരുത് എന്ന് യസ്സിറു എന്ന പദം കൊണ്ട് തന്നെ ബോധ്യപ്പെടും. അങ്ങനെയാണല്ലോ, നിങ്ങൾ എളുപ്പാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ എതിരാണല്ലോ പ്രയാസം എന്നുള്ളത്. അപ്പൊ പ്രയാസം ചെയ്യാൻ പാടില്ല, പ്രയാസകരമായ രീതിയിൽ പെരുമാറാൻ പാടില്ല, പറയാൻ പാടില്ല എന്ന് തന്നെയാണല്ലോ യസ്സിറു എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും എടുത്തു പറയുകയാണ്, വലാ തുഅസ്സിറു, ഒരിക്കലും നിങ്ങൾ പ്രയാസമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ സമൂഹത്തോട് നിങ്ങളുടെ ആളുകളോട് നിങ്ങൾ പെരുമാറാൻ പാടില്ല, ആ രീതിയിലുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വന്യരായ സ്വഹാബാ കിറാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു പ്രാവശ്യം തന്നെ യസ്സിറു എന്ന് പറഞ്ഞാൽ മതി, വലാ തുഅസ്സിറു എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ആ രണ്ടാമത്തെ കുറച്ചും കൂടി കടുപ്പുള്ളതാണ്. പ്രയാസകരമായ രീതിയിലുള്ള പെരുമാറ്റങ്ങള്, മറ്റുള്ളവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങള്, അതൊരിക്കലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന ശക്തമായ ഒരു താക്കീത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്യരായ സ്വഹാബാ കിറാമിന് കൊടുക്കുകയാണ്. വിശുദ്ധ ഇസ്ലാമും വിശുദ്ധ ഖുർആനും ഒക്കെ നമുക്ക് കാര്യം വ്യക്തമാക്കി തരുന്നുണ്ട്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരിക്കലും ഒരു പ്രയാസം ഒരിക്കലും അത് അല്ലാഹു നിങ്ങളിൽ ഉദ്ദേശിക്കുന്നില്ല. ദീനിൽ വിശുദ്ധ ദീൻ എന്ന് പറഞ്ഞാൽ അത് വളരെ എല്ലാവർക്കും ഏത് സാഹചര്യത്തിലുള്ള ആളുകൾക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്ന, മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. അതിലൊരിക്കലും ഒരാളെ പ്രയാസപ്പെടുത്തണം എന്ന് ഒരു നിർബന്ധവും ഇസ്ലാമിന് ദീനിന് ഇല്ല. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയുമല്ലോ. ഇപ്പോ നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാളാണെന്ന് വെച്ചാൽ അവന് ഇരുന്ന് നിസ്കരിക്കാം, അതിനും കഴിയില്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കാം. അതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മസാലകൾ നമുക്ക് ആ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. എന്താ അതൊക്കെ പറയുന്നത്? അവിടെ തന്നെ ഇസ്ലാമിന് വേണമെങ്കിൽ വാശി പിടിച്ചിട്ട് അങ്ങനെ നിൽക്കാലോ. പക്ഷെ അങ്ങനല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും മനുഷ്യന്മാർക്ക് പ്രയാസമുണ്ടാകുന്ന രീതിയിൽ വലാ തുഹമ്മിൽന മാ ലാ ത്വാഖത ലനാ ബിഹി, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ അവസാനം പറയണ്ടല്ലോ അങ്ങനെ ഒരിക്കലും ഞങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ മേൽ ചുമത്തരുത്, ഞങ്ങളുടെ മേൽ ഞങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നീ ചുമത്തരുത് തമ്പുരാനെ എന്ന് അള്ളാഹുവിനോടുള്ള ആ പ്രാർത്ഥന, അത് സത്യത്തിൽ അവിടെയും നമുക്ക് നൽകാൻ കഴിയുന്ന വിശുദ്ധ ഇസ്ലാമിന് വിശുദ്ധ ഖുർആനാണ് അങ്ങനത്തെ ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ പ്രാർത്ഥന പഠിപ്പിച്ചു തരുമ്പോൾ അതിന് വ്യക്തമായി പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യവും വിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഇനി ഒരു പടി കൂടി മുന്നോട്ട് ചെന്നുകൊണ്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മുൻഗാമികളായ ആളുകൾ, ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നുണ്ടായിരുന്ന സമൂഹങ്ങൾ, അവർക്ക് കൊടുത്തിരുന്ന അവർക്ക് ശറഇൽ നിർബന്ധമായ പലതും, അന്ന് നിർബന്ധമായിരുന്ന പലതും നമുക്കില്ല. അതുപോലെ തന്നെ അന്ന് നിഷിദ്ധമായിരുന്ന പല കാര്യങ്ങളും പിൽക്കാലത്ത് ആ നിഷിദ്ധങ്ങളൊക്കെ പിൻവലിക്കുന്ന ചുറ്റുപാടും ഉണ്ടായിട്ടുണ്ട്. ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇസ്ലാം ഒരിക്കലും പ്രയാസപ്പെടുത്തണം എന്ന ഒരു ചിന്താഗതി ഇസ്ലാമിനില്ല. അതുകൊണ്ട് സത്യവിശ്വാസികൾക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടാവേണ്ടത്. വല്ലാത്തൊരു കടുത്ത ചിന്താഗതി, യാതൊരു വിട്ടുവീഴ്ചയും ഒരു വിഷയത്തിലും ഇല്ല എന്നുള്ള നിലപാട്, അത് സ്വീകരിക്കാൻ നിങ്ങൾക്കും സാധ്യമല്ല. അങ്ങനെ പാടില്ല. അങ്ങനെയാണെച്ചാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ
കടുത്ത സ്വഭാവക്കാരനാണ് നിങ്ങൾ എങ്കിൽ ഒരാൾ പോലും നിങ്ങളുടെ ചുറ്റുഭാഗത്തുണ്ടാവുകയില്ല. എല്ലാവരും നിങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുന്നതാണ്, അകന്നു പോകുന്നതാണ്. നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ ഒരാളെയും കിട്ടുകയില്ല. അന്നലക്ക് കടുത്ത കർക്കശമായ നിലപാട് സ്വീകരിച്ചുകൂടാ. എന്നാൽ അത് അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ ഇനി നിർബന്ധമായിട്ട് ചില കാര്യങ്ങളൊക്കെ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ഒരു ദിവസത്തിൽ 5 നേരം നോമ്പ് നിസ്കരിക്കണം, റമളാനിൽ കൃത്യമായിട്ട് നോമ്പ് നോൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതും പിന്നെ അങ്ങനെ കർക്കശമായ നിലപാട് പാടില്ല എന്ന് അവിടെ അർത്ഥമാക്കിക്കൂടാ. കാരണം അത് ഒരു ശരാശരി മനുഷ്യന് ഒരു പ്രയാസവും ഇല്ലാതെ കൊണ്ടു നടക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെയും എന്ന് ഒരു ബുദ്ധിയുള്ള എല്ലാ മനുഷ്യന്മാർക്കും ബോധ്യപ്പെടും. അവിടുന്ന് ഏത് നിലക്കുള്ള പ്രയാസങ്ങളാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക. അപ്പൊ 5 നേരത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞത് അതെനിക്ക് പ്രയാസമാണ് എന്ന് ഒരു വ്യക്തി പറയണമെങ്കിൽ എന്തുകൊണ്ട് എന്ന ചോദ്യം പ്രസക്തമാണ്. അവിടെ അങ്ങനെ ചോദ്യം ഉണ്ടല്ലോ. ഒരു കാര്യം ഇങ്ങനെ പ്രയാസമാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പ്രയാസമാണ് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യത്തിന് അവൻ മറുപടി പറഞ്ഞേ പറ്റൂ. ഒരു വർഷത്തിൽ 12 മാസത്തിൽ 1 മാസം പകൽ സമയം നിശ്ചിത വ്യവസ്ഥകളോടെ നോമ്പനുഷ്ഠിക്കണം എന്ന് പറയുമ്പോൾ, ഭക്ഷണ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ, നിന്റെ വികാരങ്ങളൊക്കെ തൽക്കാലത്തേക്ക് കുറച്ച് മാറ്റി നിർത്തി എല്ലാത്തിനും ഒരു വിശ്രമം നൽകണം എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് പ്രയാസം? ഒരാൾ വന്നിട്ട് എനിക്കത് പ്രയാസമാണ്, നിങ്ങളെ ഇസ്ലാമിൽ പ്രയാസപ്പെടുത്തൂല എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ എനിക്ക് പ്രയാസമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് നിനക്കത് പ്രയാസമായത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ഇനി അങ്ങനെ ഒരാൾക്ക് അങ്ങനെ രോഗമുള്ള സമയമാണ്, അല്ലെങ്കിൽ അവൻ യാത്രയിലാണ്, അപ്പൊ നോമ്പിന് വേറെ പ്രതിവിധി അള്ളാഹു നിശ്ചയിച്ചല്ലോ. വിശുദ്ധ ഖുർആനിലൂടെ തന്നെ ആ കാര്യം അള്ളാഹു പറയുകയും ചെയ്തല്ലോ. അപ്പൊ പ്രയാസം ഉണ്ടാവാൻ സാധ്യതയുള്ള ആളെ നേരത്തെ തന്നെ അള്ളാഹു കാണുന്നുണ്ട്. അവർക്കതിന് പ്രതിവിധി നേരത്തെ തന്നെ പടച്ച റബ്ബ് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും ഒരാൾക്കും ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു ഇബാദത്ത്, ഇന്ന് ഇസ്ലാം നിർബന്ധമായി കൽപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവന് പ്രയാസമുള്ള സാഹചര്യം വിശുദ്ധ ഇസ്ലാം തന്നെ ഒഴിവാക്കി കൊടുത്തു. ഇനി അതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ ഒരു പ്രയാസം ഉണ്ട് എന്ന് പറയാൻ ശരാശരി ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ സാധ്യവും അല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഒരിക്കലും ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു കർമ്മം അത് പ്രയാസമുള്ളതല്ല, എല്ലാം എളുപ്പമുള്ളതാണ്. ആ രീതിയിൽ തന്നെ നിങ്ങളത് കാണണം എന്ന് പറഞ്ഞതും അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമതായി പറഞ്ഞു, വബശ്ശിറു വലാ തുനഫിറു, നിങ്ങൾ ആളുകളെ സന്തോഷിപ്പിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അവനെ വെറുപ്പിക്കുകയല്ല വേണ്ടത് എന്നും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹദീസിന്റെ ബാക്കി ഭാഗം, ചെറിയ ഹദീസാണെങ്കിലും ഒരുപാട് അർത്ഥഗാംഭീര്യമുള്ള പ്രഖ്യാപനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ അറിയിക്കുന്നത്. അതാണല്ലോ സന്തോഷം. ആ വാക്ക് തന്നെ മനുഷ്യന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ ഉണ്ടല്ലോ ചില വാക്കുകൾ തന്നെ മനുഷ്യന് അത് സന്തോഷവും ഉന്മേഷവും ഒക്കെ ഉണ്ടാക്കും. അപ്പൊ ബശ്ശിറു, നിങ്ങൾ സന്തോഷിപ്പിക്കുക, ആളുകൾക്ക് സന്തോഷം ഉണ്ടാക്കുകയാണ് നിങ്ങൾ വേണ്ടത്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ സന്തോഷം ഉണ്ടാക്കേണ്ടത്? നിങ്ങളെ വാക്കുകളെ കൊണ്ട് ആളുകൾക്ക് നിങ്ങൾ സന്തോഷം ഉണ്ടാക്കണം, നിങ്ങളെ പ്രവൃത്തികളെ കൊണ്ട്, നിങ്ങളെ പെരുമാറ്റം കൊണ്ട്, ഇതുകൊണ്ടൊക്കെയും ആളുകൾക്ക് എന്താണോ സന്തോഷമുണ്ടാകുന്നത് ആ രീതിയിലാണ് ആളുകളോട് നിങ്ങൾ പെരുമാറേണ്ടത്. നേരെ അങ്ങനെ പറഞ്ഞാൽ തന്നെ മനസ്സിലായി ആളുകളെ വെറുപ്പിക്കാൻ പാടില്ല എന്ന്. കണ്ടോ, ആളുകളെ സന്തോഷിപ്പിക്കണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതിന്റെ നേരെ വിപരീതമാണ് വെറുപ്പിക്കുക എന്നുള്ളത്, ദേഷ്യം പിടിപ്പിക്കുക എന്നുള്ളത്. അതുണ്ടാവാൻ പാടില്ല എന്ന് അതുകൊണ്ട് തന്നെ അറിയും. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, വലാ തുനഫിറു, ആളുകളെ വെറുപ്പിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ആ ആളുകൾക്ക് വെറുപ്പുണ്ടാകുന്ന രീതിയിൽ, അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു ചുറ്റുപാടിൽ, അതൊരു പക്ഷേ ഇബാദത്തുമായി ബന്ധപ്പെട്ട ആണെങ്കിൽ
പോലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. നമുക്കറിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്യരായ സ്വഹാബാക്കളൊക്കെ പല സ്ഥലങ്ങളിലേക്കും ഖാളിമാരായി നിശ്ചയിക്കുമ്പോഴൊക്കെ അവരോട് നടത്തിയിരുന്ന ഉപദേശങ്ങൾ അത്ര വളരെ മനോഹരമായിരുന്നില്ലേ? അവിടെ ചെന്നുകൊണ്ട് ഏത് രീതിയിലാണ് ജനങ്ങളുമായിട്ട് നിങ്ങൾ ഇടപഴകേണ്ടത്, ജനങ്ങളുമായിട്ട് നിങ്ങൾ പെരുമാറേണ്ടത് എന്താണ്? എന്തിനേറെ പറയുന്നു, വിശുദ്ധ നിസ്കാരം. ഒരു മനുഷ്യൻ വളരെ ആവേശത്തോടുകൂടെ അള്ളാഹുമായിട്ടുള്ള മുനാജാത്താണ് നിസ്കാരം. ആ നിസ്കാരം പോലും ഒരുപാട് നീട്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ആളുകൾക്ക് ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് ഒരുപാട് നീട്ടിക്കൊണ്ട് നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾക്ക് നീട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ നീട്ടിക്കോളൂ. അല്ലാതെ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ഒരു പക്ഷേ ഈ നീട്ടുന്നത് കൊണ്ട് അവർക്ക് വിഷമുണ്ടാവും. കാരണം അവരിൽ യാത്രക്കാരുണ്ടാകും, ജോലിക്കാരുണ്ടാകും, ഭക്ഷണത്തിന് ആവശ്യമുള്ളവരുണ്ടാവും, പലതരക്കാരുണ്ടാവും നിങ്ങളെ പിറകിൽ നിൽക്കുന്ന. അവരുടെയൊക്കെ മാനസികമായ അവസ്ഥ നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരുപാട് നീട്ടി നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസുകൾ ഇതിനോട് കൂടെ നാം ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാകുന്നത് ഒരിക്കലും ഒരു സത്യവിശ്വാസിയുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ പ്രവർത്തകന്മാരൊക്കെ സമൂഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ, എപ്പോഴും ജനങ്ങളുമായി ഇടപഴകുന്ന ആളുകളൊക്കെ അവരുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കേണ്ട യസ്സിറു വലാ തുഅസ്സിറു വബശ്ശിറു വലാ തുനഫിറു, ഹൃദയത്തിൽ എഴുതി വെക്കേണ്ട ഹദീസ് എന്ന് നാം സാധാരണ പറയുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഹദീസാണ് ഇത്. കാരണം അവര് ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ആളുകളാണ്. അപ്പോഴൊക്കെ അവർക്ക് ഓർമ്മ വരണം, ഈ ഹദീസ് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന, അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന, അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന രീതികൾ, പെരുമാറ്റങ്ങൾ, പ്രവർത്തനങ്ങൾ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നത് അവൻ ഓർമ്മ വരേണ്ട സംഭവമാണ്. എല്ലാ വിഷയത്തിലും അങ്ങനെയാകുമ്പോൾ ആ അദ്ദേഹത്തിന് ഒരുപാട് അത്ഭുതങ്ങൾ ആ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ കഴിയും. ഇതൊന്നും പറയാനുള്ള യോഗ്യത ഈ വിനീതനായ എനിക്കൊന്നുമില്ല. നമുക്കൊക്കെ അത് കഴിയോന്നറിയില്ലല്ലോ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനുള്ള യോഗ്യത പോലും ചിലപ്പോൾ നമുക്കുണ്ടാവില്ല. എന്നാലും ഈ ഹദീസ് വന്ന സ്ഥിതിക്ക് ഞാനത് പറയണം. കാരണം നമ്മളെ പെരുമാറ്റ വളരെ രൂക്ഷമായ കടുത്ത രീതിയിലൊക്കെ ആയിരിക്കും ആളുകളുമായിട്ട് പെരുമാറുന്നത്. അങ്ങനെ ആവാൻ പാടില്ല. ചുരുക്കത്തിൽ വളരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ, അവർക്ക് വെറുപ്പുണ്ടാക്കാത്ത രീതിയിലാണ് അവരോട് പെരുമാറേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴേ നിങ്ങളൊരു സൽസ്വഭാവിയാവുള്ളൂ. നിങ്ങളെ സ്വഭാവം നോക്കിയിട്ടാണ് നിങ്ങളുടെ പ്രവർത്തനം, ആ സ്വഭാവത്തിൽ നിന്നാണ് നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടാകുന്നത്. അപ്പൊ നല്ല സ്വഭാവമാണെങ്കിൽ അന്നലക്കേ നിങ്ങളിൽ നിന്നുണ്ടാവുള്ളൂ. ഓരോ പ്രശ്നങ്ങളുണ്ടാകും, ഓരോ ഭയങ്കര സങ്കീർണമായ തീർത്താൽ തീരാത്തതായ സങ്കീർണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൽ നിങ്ങളുടെ ഇടപെടലുകൾ അത് വളരെ മനോഹരമായിരിക്കണം. അത് സത്യസന്ധമായിരിക്കണം, നീതിയുക്തമായിരിക്കണം. അതോടുകൂടി തന്നെ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന, അവനെ ദുഃഖിപ്പിക്കുന്ന, അവനെ വെറുപ്പിക്കുന്ന രീതിയിൽ ആയിക്കൂടാ എന്ന് ഈ മധ്യസ്ഥം വഹിക്കാൻ പോകുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണത്. രണ്ട് ടീമുണ്ടാവും, അവര് പാമ്പും കീരിയും പോലെ വല്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കും അവര്. എന്താ ആ രീതി, അപ്പോഴൊക്കെയാണ് ശരിക്ക് ഇവന്റെ വ്യക്തിത്വം അത് തീരുമാനിക്കാൻ പോകുന്ന ആളുടെ വ്യക്തിത്വം കൂടി അളക്കാൻ പറ്റുന്ന ഒരു അവസരമാണത്. രണ്ടു കൂട്ടരും തന്നെ വളരെ വാശിയിൽ നിൽക്കുന്ന സമയത്ത് ആ പ്രശ്നത്തിനൊരു തീരുമാനമുണ്ടാക്കണം. ആർക്കും എന്നാൽ ന്യായമായിട്ടാവും വേണം, സത്യസന്ധമായിട്ടാവും വേണത്. അതോടുകൂടി തന്നെ ഏതെങ്കിലും ഒരു തീരുമാനത്തിലെത്തുമ്പോൾ ചിലപ്പം ചിലവർക്ക് എന്തുണ്ടാവും, അത് ചില വെറുപ്പുകൾ, അല്ലെങ്കിൽ ഓൻ വിചാരിച്ച മാതിരി ആ തീരുമാനം വരുമല്ലോ. അങ്ങനെ വിചാരിച്ച മാതിരി അവൻ ഉദ്ദേശിച്ചതുപോലെ തീരുമാനം വരുന്നില്ലെങ്കിൽ പോലും അവനെ കയ്യിലെടുക്കാൻ, അവന്റെ തൃപ്തി സമ്പാദിക്കാൻ ഈ മധ്യസ്ഥന് കഴിയണം. അവിടെയാണ് അവന്റെ മിടുക്ക്. അവനെ സന്തോഷിപ്പിക്കാൻ കഴിയണം. അവനെതിരായ തീരുമാനമെടുത്താലും അത് ന്യായമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അതിന് കഴിയണം. അവിടെക്കാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് അവനെ സന്തോഷിപ്പിക്കണം, അവനെ വെറുപ്പിക്കാൻ പാടില്ല എന്ന്. അതുപോലെ തന്നെ ഓരോ വിഷയത്തിലും
ഒരാള് തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ, ആ തെറ്റിനോടാണ് സത്യത്തിൽ നമുക്ക് വിയോജിപ്പ്, ആ വ്യക്തിയോടല്ലല്ലോ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഓരോ വ്യക്തിയും ആ വ്യക്തിയിൽ ഒരുപാട് നന്മകൾ ഉണ്ടാവും. എത്ര മോശപ്പെട്ട ആളാണെങ്കിലും ശരി, ആ വ്യക്തിയിൽ ചില നന്മകൾ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പൊ നമ്മളെ ഓരോ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഒരു നമ്മളെ മഹലിലാണെങ്കിലും അല്ലെങ്കിൽ അവിടെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യനായിരിക്കും, ആ എല്ലാത്തിനും കൊള്ളി വെച്ചുകൊണ്ടിരിക്കുന്ന ചില വൃത്തികെട്ട മനുഷ്യന്മാരുണ്ടാവും. വൃത്തികെട്ടതെന്ന് ഞാൻ അവരെ ആ ഭാഷ ഉപയോഗിച്ചത് കൂടുതലാണെങ്കിൽ എന്നോട് പൊറുക്കുക. അങ്ങനത്തെ ചില ആളുകൾ ഉണ്ടാവും. ആ ആളുകളിലും ചിലപ്പോൾ ചില നന്മകൾ ഉണ്ടാവും. അങ്ങനത്തെ ഉണ്ടാവും ചില നന്മകള്. മഹാനായ ഗസാലി ഇമാമിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടില്ലേ? ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു സംഭവം നമുക്ക് വായിക്കാൻ പറ്റും. മഹാനവറുകള് അദ്ദേഹത്തിന്റെ ഈ ആത്മീയ മണ്ഡലങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് ചേതോവികാരമായത്, അദ്ദേഹത്തിന് അതിനെ പ്രോത്സാഹിപ്പിച്ചത് പോലും ഒരു കാട്ടാള എന്ന് വെച്ചാൽ ഒരു കൊള്ളത്തലവന്റെ ഒരു പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ കൊള്ളത്തലവന്റെ ഒരു പെരുമാറ്റമാണ് അദ്ദേഹത്തെ ഈ രംഗത്തേക്ക് ഒരു വല്ലാത്ത ചിന്തയിലേക്ക് പ്രേരിപ്പിച്ചത് എന്ന് മഹാനവറുകൾ തന്നെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പഠനമൊക്കെ പൂർത്തിയാക്കിയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു യാത്ര, ഒരു കാഫിലയോട് കൂടെ ഇങ്ങനെ വരുമ്പോൾ ആ കാഫില സംഘത്തെ, ആ യാത്രാ സംഘത്തെ കൊള്ളക്കാര് പിടികൂടുന്ന ഒരു സന്ദർഭം. അങ്ങനെ കൊള്ളക്കാര് പിടിച്ചു, ആളുകളെടുത്തു നിന്നൊക്കെ അവര് മുതലൊക്കെ കൊള്ള ചെയ്തു. അവർ വലിയ കച്ചവട സംഘമാണ്, അവരെ കൂട്ടത്തിലാണ് കൂടിയതാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ അവരെ നിന്ന് എല്ലാം പിടിച്ചെടുത്തു. അവസാനം അന്ന് അദ്ദേഹം ചെറിയ കുട്ടിയാണ്, ചെറുപ്പക്കാരനായ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നിട്ട് നിന്റെ അടുത്തുള്ളൊക്കെ കൊണ്ടാന്ന് പറഞ്ഞിട്ട് ആ കൊള്ളത്തലവൻ അവരോട് ആവശ്യപ്പെടുമ്പോ മഹാനായ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് ദിർഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതങ്ങ് തിരിച്ചു കൊടുത്തു. ഇത് മാത്രമേ എന്റെ അടുത്തുള്ളൂ, വേറൊന്നുമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ വലിയൊരു ഭാണ്ഡമുണ്ട്. ആ ഭാണ്ഡത്തിലായിരുന്നു അദ്ദേഹം അതുവരെ പഠിച്ചതൊക്കെ അദ്ദേഹം കുറിച്ചു വെച്ചിരുന്നത്. അങ്ങനെയാണ് ആ കുറിച്ചു വെച്ച ഏടുകളായിരുന്നു. അന്നൊന്നും ഇന്നത്തെ സംവിധാനമല്ലല്ലോ. ഇപ്പൊ നമുക്ക് കുറിച്ചു വെക്കാൻ ചെറുത് മതി. അന്ന് അതുപോലല്ലോ, അന്ന് പേജുകളിൽ തന്നെ കുറിച്ചു വെക്കണല്ലോ. അങ്ങനെ കുറിച്ചു വെച്ച ഒരുപാട് ഏടുകള്, കടലാസുകൾ അദ്ദേഹം ഒരു ഭാണ്ഡത്തിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ കൊള്ളത്തലവൻ വിചാരിക്കുന്നത് അത് മുഴുവനും ദിർഹമോ ദീനാറോ ഒക്കെ വിലപിടിപ്പുള്ള സാധനമായിരിക്കും, അത് വാങ്ങണം എന്നുദ്ദേശിച്ച് അവർ തമ്മിൽ പിടിംവലിയായി. അദ്ദേഹം അവസാനം പറഞ്ഞു, ഇത് നിങ്ങൾ എടുക്കരുത്, ഇതെന്റെ ഇതേവരെയുള്ള സമ്പാദ്യമാണ്, ഇതെനിക്ക് നഷ്ടപ്പെട്ടാൽ എന്റെ ഇതേവരെയുള്ള അധ്വാനം മുഴുവനും അത് നിഷ്ഫലമായി പോകും. അതുകൊണ്ട് ഇത് നിങ്ങൾ ഒന്നും ചെയ്യരുത്, നശിപ്പിക്കരുത്. ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടാണെങ്കിൽ യാതൊരു കാര്യമല്ല. ദീനാറോ ദിർഹമൊക്കെ ആണെങ്കിൽ അങ്ങ് കിട്ടിയിട്ട് കാര്യം ഉണ്ടാവും. പക്ഷെ ഇത് നിങ്ങൾക്ക്, ഈ ഭാണ്ഡം നിങ്ങൾക്ക് കിട്ടിയിട്ട്, ഈ കടലാസ് നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് നിങ്ങൾക്ക് യാതൊരു കാര്യമില്ല. എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതി വെച്ചതാണ്, ഞാൻ പഠിച്ച ഒരുപാട് പാഠങ്ങളാണത് എന്ന് മഹാനവറുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ശരി തന്നെയാണ്, ഒരുപാട് കടലാസുകളാണ്. ആ കടലാസിൽ അദ്ദേഹം കുറിച്ചു വെച്ചിരിക്കുകയാണ്, പലതും കുറിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയായപ്പോൾ മഹാനായ ഗസാലി ഇമാമിനോട് ആ കൊള്ളത്തലവൻ ചോദിക്കുകയാണ്, അല്ല കുട്ടി, ഈ സാധനം മുഴുവനും ഞാൻ എടുത്ത് ഞാനിതങ്ങ് നശിപ്പിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിന്റെ ഇതേവരെയുള്ള ഇത്രയും കൊല്ലം നീ പഠിച്ചതിന്, നീ അധ്വാനിച്ചതിന് അത് നിഷ്ഫലമായി പോകൂലേ? അത് യാതൊരു പ്രയോജനവുമില്ലാതെ നഷ്ടപ്പെട്ടു പോകൂലേ? പിന്നെന്താ നിന്റെ അധ്വാനത്തിന് ഫലമുള്ളത് എന്ന് ആ കൊള്ളത്തലവൻ മഹാനായ ഗസാലി ഇമാമിനോട് ചോദിക്കുമ്പോൾ മഹാനായ ഗസാലി ഇമാം പിന്നീട് പറയുന്നുണ്ട്, അത് എനിക്ക് വല്ലാത്തൊരു പ്രചോദനമായി. പഠിക്കുന്നത് എഴുതി വെച്ചാൽ മാത്രം പോരാ, അത് ബൈ ഹാർട്ട് ആക്കേണ്ടതുണ്ട്, ഹൃദ്യസ്ഥമാക്കേണ്ടതുണ്ട്, അത് മനഃപ്പാടമാക്കേണ്ടതുണ്ട്. എങ്കിലേ ആരൊക്കെ ഈ കടലാസുകൾ കൊത്തിയെടുത്തു കൊണ്ടുപോയാലും, അതെങ്ങനെയൊക്കെയോ നശിപ്പിക്കപ്പെട്ടാൽ പോലും എന്റെ ഹൃദയത്തിലുള്ളത് അവിടെ ബാക്കിയുണ്ടാകും എന്നൊരു സന്ദേശം ആ കൊള്ളത്തലവനിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് എന്ന് മഹാനായ ഗസാലി ഇമാം പറയുന്ന ഒരിടത്ത് ഞാൻ വായിച്ചതായിട്ട് ഓർക്കുകയാണ്. ഏതായാലും ശരി, ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഏത് ആളുകളിലും ചിലപ്പോൾ നമുക്ക് എന്ത് കാണാൻ, ചില നന്മകൾ ഉണ്ടാവും. ആ നന്മകൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടതും ഉണ്ട്. അപ്പോ അവനെ ഒറ്റ അർത്ഥത്തിൽ അവനെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തുകയാണെങ്കിൽ, അവനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിയാത്ത രീതിയിൽ അവനെ ഓട്ടി അകറ്റുകയാണെങ്കിൽ, ആ നന്മകൾ ഒരുപക്ഷെ സമൂഹത്തിന് ആ നന്മകൾ ഉപകരിക്കപ്പെടും, ഉപകാരം ഉണ്ടാവും.
ആ രീതിയിൽ അവനെ ഓട്ടി അകറ്റുകൂടാ, മറിച്ച് അവനോട് പോലും നല്ല രീതിയിൽ പെരുമാറി അവനിൽ സന്തോഷം ഉണ്ടാക്കി അവന്റെ വൃത്തികെട്ട സ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു പെരുമാറ്റമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് എന്നും ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെയല്ല. നമ്മൾ ഓരോ ചുറ്റുപാടിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കള്ളുകുടിയനുണ്ട് നോക്കുക. ആ കള്ളുകുടിയനുണ്ടെങ്കിൽ പരമാവധി അവനെ നമ്മൾ മാറ്റി നിർത്താനല്ലാതെ അവനെങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം, ഒന്ന് ഉപദേശിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ അവനുമായിട്ട് എന്തെങ്കിലും ഒന്ന് അടുത്തു നോക്കിയിട്ട് അവൻ എന്തെങ്കിലും നിലക്ക് നന്നാക്കാൻ പറ്റുന്ന വല്ല സാധ്യതയും നമുക്ക് ശ്രമിക്കാലോ, വല്ല സാധ്യത ഉണ്ടോന്നും കൂടി നമ്മൾ നോക്കാതെ പറ്റേൽ അവനെ അകറ്റി നിർത്തുന്ന, അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. എല്ലാവരും അങ്ങനെ ചെയ്യുന്നൊന്നും ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥമല്ല കേട്ടോ. പലരും അങ്ങനെ ശ്രമിച്ച് ഒരുപാട് അങ്ങനത്തെ നല്ല വളരെ വൃത്തികേടായ ജീവിതം നയിച്ചിരുന്ന ഒരുപാട് ആളുകളെ നേരിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നതൊക്കെ നമുക്കൊക്കെ തന്നെ അറിയാൻ കഴിയും. ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്ത് ഫലം കണ്ടിട്ടുണ്ട്. അതുപോലെയുള്ള സമീപനം സ്വീകരിക്കണം എന്നാണ് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. യസ്സിറു വലാ തുഅസ്സിറു വബശ്ശിറു വലാ തുനഫിറു എന്ന ഈ ഹദീസ് ചെറുതാണ്. സത്യത്തിൽ ഇത് ചെറിയൊരു ഹദീസാണ്. ഇത് വളരെ വ്യാപകമായ അർത്ഥത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഈ ഹദീസിനെ കൊണ്ടുപോകേണ്ടതാണ്. എല്ലാ രംഗത്തും നമ്മളുടെ ജീവിത പരിധികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെയും ഈ ഹദീസ് വളരെ ഫിറ്റായിട്ട് നമുക്ക് ബോധ്യപ്പെടും എന്ന് ഈ ഹദീസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നലക്ക് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസുകളൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന സദ്വൃത്തരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഞാൻ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. ഇവിടെ ബാങ്കിന്റെ ഒക്കെ ഏതാണ്ട് സമയം ആകുന്നുണ്ട്. ഇനിയും ഇൻഷാ അല്ലാഹ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ലൈവായിട്ട് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.